ഡോക്ടർ, ഞാൻ 2 മാസം മുമ്പ് എൻ്റെ ഒരു കേടുണ്ടായിരുന്ന പല്ല് അടച്ചതാണ്. പക്ഷേ വെറും 2 മാസം കൊണ്ട് അത് പൊട്ടിപ്പോയി. അത് പെർമനന്റ് ഫില്ലിംഗ് തന്നെ ആയിരുന്നില്ലേ? പിന്നെന്തുകൊണ്ടാവും പൊട്ടിപ്പോയത്? പല്ലിന്റെ പോടടച്ചത് എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളത്, പല്ലിൽ കേടുവന്ന ഭാഗം, ഉപയോഗിക്കുന്ന ഫില്ലിംഗ് മെറ്റീരിയൽ, അടച്ച ശേഷമുള്ള ആ പല്ലിന്റെ സംരക്ഷണം എന്നിവയെ ആശ്രയിച്ചിരിക്കും. പല്ലിന്റെ അരികിലായാണോ അതോ സെന്റർ ഭാഗത്താണോ കേടുവന്നത് എന്നതാണ് പ്രധാനം. സെന്റർ ഭാഗത്തെ കേടടച്ചാൽ ദീർഘകാലം അത് അവിടെ തന്നെ ഉണ്ടാകും. പല്ലിന്റെ അരികിൽ വരുന്ന കേടടച്ച വളരെ ശ്രദ്ധിക്കണം. ശരി. കടിക്കുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് കൃത്യമായി അടച്ച ഭാഗത്ത് കൊണ്ടാൽ അത് പൊട്ടിപ്പോകാം. അതുപോലെ പ്രധാനമാണ് കേട് കാരണം പല്ലിന്റെ സ്ട്രക്ചർ എത്രത്തോളം നഷ്ടമായി എന്നതും. വലിയ കേടാണെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ച് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പൊട്ടാനുള്ള സാധ്യതയേറും. പല്ലടയ്ക്കാൻ പല ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് GIC, പിന്നെ കോമ്പോസിറ്റ്. കോമ്പോസിറ്റിന്റെ വില അല്പം കൂടിയാലും സ്ട്രെങ്ത് അതുപോലെ കൂടുതലാണ്. അപ്പോൾ പല്ലടച്ചത് പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീഫില്ലിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ഥിരമായി പൊട്ടിപ്പോകുന്ന ഒരുപാട് സ്ട്രക്ചർ നഷ്ടമായ പല്ലാണെങ്കിൽ ക്യാപ്പ് ചെയ്യുന്നതാവും നല്ലത്. ഓക്കെ ഡോക്ടർ, എന്നാൽ ആ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് എൻ്റെ പല്ലടയ്ക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഈ ശ്രദ്ധിച്ചോളാം. വളരെ നല്ലത്, അങ്ങനെ ചെയ്യാം.